ദൈവത്തിന് മഹത്വം. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവകൽപ്പിതമാണ്. പ്രപഞ്ചം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ പ്രതിസന്ധി യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. മരണത്തെ ജയിച്ചുയർത്ത ക്രിസ്തേശുനാഥൻ മാനവ മക്കൾക്ക് നിത്യ വിജയത്തിൻ്റെ വീരനായകനാണ്. യഥോചിതം ആ മാർഗത്തെ പിന്തുടരുന്ന ഏതൊരു മനുഷ്യനും ഒരു അന്തിമ വിജയമുണ്ട്. പോരാടി നേടുന്ന വിജയത്തിന് തിളക്കം കൂടുതലാണ്. തിളക്കമുള്ള വിജയപ്രാപ്തിക്കായി കരുതലോടെ മുന്നേറുവാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സവിനയം സമർപ്പിക്കുന്നു മുന്നേറ്റം. ഹലോ, പ്രൈസ് ലോർഡ് സഹോദരാ. സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എനിക്ക് എന്നാ വിശേഷമാ കുഞ്ഞെ? ഇല്ലില്ല, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഉച്ചവെയിലിന് മുമ്പ് തോട്ടത്തിലൊന്ന് കയറി ഇറങ്ങി പോകണം. മക്കളെല്ലാം ദൈവകൃപയാൽ വളരെ സുഖമായിട്ടിരിക്കുന്നു. അവരൊന്ന് വന്ന് പോണേ തന്നെ ലക്ഷങ്ങളാകും ടിക്കറ്റ് ചാർജ്. അതുകൊണ്ട് അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പറയുന്നുള്ളൂ കാര്യങ്ങളെല്ലാം പോകുന്നത്. പാസ്റ്റർ നോട്ടീസ് വായിച്ച് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തേ, കൗൺസിൽ മെമ്പറോ? അയ്യോ എൻ്റെ സഹോദരൻ, അങ്ങനെ മാത്രം എന്നോട് പറയല്ലേ. എനിക്ക് അതിനോടൊന്നും ഒരു കഴിവുമില്ല. കർത്താവിൻ്റെ വിളിയും കാത്തിരിക്കുന്നവനാണ് ഞാൻ. ഒരു മിനിറ്റ് മുമ്പേ വിളിച്ച് അത്രയും സന്തോഷം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴേ ഒരു കൗൺസിൽ മെമ്പർ ഒന്ന് പോവച്ചേ. ഓക്കെ, പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലല്ലോ. ഓക്കെ എന്നാൽ ശരി, നന്ദി. ഓക്കെ ബൈ. ചാണ്ടിക്കുഞ്ഞേ, ഇതെവിടെ പോയിക്കോട്ടെ? ഇതൊരു വന്നില്ലയോ? ചാണ്ടിക്കുഞ്ഞേ. എന്റെ അച്ചായ, ഞാൻ ഇവിടെ ഉണ്ട്. രാവിലെ ഞാൻ നേരെ നമ്മുടെ ഏലത്തോട്ടത്തിലോട്ട് അങ്ങ് പോയി. അവരെ ഇന്ന് സാധനം എടുക്കാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. അവര് എന്ത് പൈസ തന്നു കുഞ്ഞെ? കൊള്ളാം അച്ചായ, ഈ ചാണ്ടിക്കുഞ്ഞിനോട് അവന്മാരുടെ പണി. ഉണക്കിയ ഏലത്തിന് ഇന്നത്തെ കമ്പോള വില 650 ഉള്ളൂ. ഞാൻ കിലോയ്ക്ക് 700 വെച്ചാ വാങ്ങിയ. മൊത്തം പൈസയും കിട്ടി വന്നിട്ട്? പിന്നെ തരാതെ, മുഴുവൻ പൈസയും തന്നിട്ടാ സാധനം കൊടുക്കാൻ ഞാൻ നമ്മുടെ സ്റ്റോർ തുറന്നു കൊടുത്തത്. പൈസ വാങ്ങിക്കാതെ ഇവന്മാർക്ക് സാധനം കൊടുത്താൽ ഇവന്മാര് പിന്നെ അടുത്ത സീസണിലെ പൊങ്ങത്തുള്ളൂ. പിന്നെ അച്ചായ, മൊത്തത്തിൽ 2 ലക്ഷം ഉണ്ട്. അത് ഞാൻ നേരെ നമ്മുടെ ബാങ്കിൽ കൊണ്ടിട്ടു. എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നേ? വല്ലാത്ത കാലമായിപ്പം. ക്യാമറയിൽ നോക്കി ചിരിച്ചോണ്ടാ കള്ളന്മാരിപ്പോ വീട്ടിൽ കയറി മൂട്ടിക്കുന്നത്. എന്റെ ചാണ്ടിക്കുഞ്ഞെ, ഇവിടെ ഒരു കള്ളനും കയറത്തില്ല. കാരണമേ, ഇതിന്റെ കാവൽക്കാരൻ എന്റെ ഉടയതമ്പുരാനാ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അച്ചായോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. എന്നാട്ടെ, പ്രൈസ് ലോർഡ് പാസ്റ്ററെ, ഇവിടോട്ടിരിക്കും. ഇരുന്നാട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് പാസ്റ്ററെ വിശേഷങ്ങള്? ഇതെന്താ പതിവ് തെറ്റിച്ചുള്ള ഒരു സന്ദർശനം? കൊള്ളാമല്ലോ. അതെന്താ, എനിക്ക് പതിവ് തെറ്റിച്ച് ഇങ്ങോട്ടൊന്ന് വന്നൂടെ? അയ്യോ, അതുകൊണ്ട് ചോദിച്ചല്ല പാസ്റ്ററെ. പാസ്റ്റർക്ക് ഏത് സമയം അടിയന്റെ ഭവനത്തിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ഈ രാവിലെ വന്നതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ മാത്യൂസിന്റെ മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിടാൻ പോയതാ. വേണ വഴിയിൽ അച്ഛനും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അതേത് മാത്യൂസാ പാസ്റ്റർ? പുതുവിലയിലെ മാത്യൂസ് ചാണ്ടിക്കിന് കഷ്ടം. കൂടുതൽ ആരാധിക്കുന്ന വിശ്വാസികളെ പോലും അറിയത്തില്ല. അതെന്നെ അറിയാനാ, ആഴ്ചയിലൊരിക്കലല്ലോ യോഗത്തിന് തന്നെ. യോഗം കഴിഞ്ഞിട്ട് അങ്ങനെ കാണാൻ സമയമുണ്ടോ? പിന്നെ എന്നെ അറിയാനാ ചാണ്ടിക്കുഞ്ഞിന്. അത് നിൽക്കട്ടെ. അച്ചായോ, രാവിലത്തെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞോ? എൻ്റെ പാസ്റ്ററെ, ഒരു സ്ട്രോങ് ചായ, അത് മതി ഉച്ച വരെ. പാസ്റ്ററെ, ചായ കുടിച്ചാട്ടെ. ചായ ഇട്ടതുണ്ടായിരുന്നോ ചാണ്ടിക്കുഞ്ഞ്? കൊള്ളാം. അച്ചായൻ രാവിലെ എണ്ണീറ്റ് ഇതല്ലേ ആദ്യത്തെ പണി. ഒരു ഫ്ലാസ്ക് അങ്ങ് നിറച്ചിട്ട് വെക്കും. പിന്നെ അച്ചായ, മക്കളെല്ലാം ക്ഷേമമായിരിക്കുന്നോ? ദൈവം സഹായിച്ചവരെല്ലാം വളരെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കാനഡക്കാർ ഇന്നലെയും വിളിച്ചായിരുന്നു. അച്ചായ, പിന്നെ റബ്ബർ എസ്റ്റേറ്റ് വെക്കാനായിട്ടല്ലോ, വല്ല പ്ലാനും ഉണ്ടോ? എൻ്റെ പാസ്റ്ററെ, ഒരു റിയൽ എസ്റ്റേറ്റുകാർ വന്ന് നോക്കി പോയെന്നേ ഉള്ളൂ. എന്തായാലും അത് കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാസ്റ്റർക്ക് അറിയാമേ, വയനാട്ടിലുള്ള എൻ്റെ ഇളയ പെങ്ങൾ കുഞ്ഞാമ്മയെ കുറിച്ച്. അവക്കെ 2 പിള്ളേരാ, അതും പെൺപിള്ളേര്. അപ്പം ഞാനത് കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ ഭാവിക്ക് വേണ്ടി അങ്ങ് എഴുതി വെച്ചേക്കും. അതായത് നന്മയാകട്ടെ എന്ന് കരുതി. അച്ചായൻ്റെ വലിയ മനസ്സ് ദൈവം അനുഭവിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇന്ന് ബൈബിൾ ക്ലാസ്സുള്ള ദിവസാ. വെളിപ്പാട് പുസ്തകമാ. നമ്മുടെ ആൾക്കാരും കൂടിയാ. കൊടുക്ക ചോദ്യങ്ങളുണ്ട് വേണം. അപ്പം ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം.
പാസ്റ്റർ ഞാനും ആ വഴിക്കാ, നമ്മുടെ കാറ് സർവീസ് ചെയ്തിട്ടിട്ടുണ്ട്, അത് പോയി ഇങ്ങോട്ട് എടുത്തോണ്ട് വരണം. അല്ലിതാര് യോനാച്ചനോ? ഈ വഴിയൊക്കെ അറിയുമോ? പ്രൈസ് ലോർഡ് സഹോദര, ഇരുന്നാട്ടെ. എന്റെ വർക്കിച്ച നിന്ന് തിരിയാൻ നേരം വേണ്ടേ? ഇപ്പൊ എന്റെ ജീവിതത്തിൽ 24 മണിക്കൂറൊന്നും പോരാണ്ട് ഇപ്പൊ പുതുവർഷമായില്ലേ, വീട്ടുകാര്യവും നാട്ടുകാര്യവും സഭാകാര്യവും എല്ലാം കൂടി വല്ലാത്ത തിരക്കാ. വർക്കിച്ചാൻ അറിയാമേ, ഈ യോന മൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഏത് കാര്യം ഒന്ന് ഉഷാറായി കിട്ടുന്നേ? അത് ശരിയാ, ഇപ്പൊ എല്ലാത്തിനും ഒരാൾ വേണം ഒന്ന് കച്ചമുറുക്കി ഇറങ്ങാൻ. അല്ല, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷം പറയാൻ തന്നെ വർക്കിച്ച ഞാൻ ഈ വരിക്ക് വന്നത്. അടുത്ത വർഷം നമ്മുടെ ജനറൽ ബോഡിയാ. ഇത്താണെങ്കിലും അച്ഛൻ ഒരു സ്ഥാനം ഏറ്റെടുത്തേ പറ്റൂ. എന്റെ സഹോദര, അത് മാത്രം എന്നോട് പറയല്ലേ. ഒരു കഴിവും എനിക്കില്ല. കഴിവുള്ള എത്ര വിശ്വാസികൾ, എത്ര സഹോദരന്മാർ നമ്മുടെ സഭയിലുണ്ട്. അവരെയും കൊണ്ട് അത് ഭംഗിയായി ചെയ്യാൻ കഴിയും. പിന്നെ എനിക്ക് ഒരു കഴിവുമില്ല. അതുകൊണ്ട് ആ കാര്യം മാത്രം എന്നോട് പറയല്ലേ. പിന്നെ സഭയുടെ കാര്യത്തിന് വല്ല പൈസയും വേണോ? എത്ര വേണേലും ഞാൻ തരാം, ദൈവകൃപ പോലെ. അതെനിക്ക് അറിയാം വർക്കിച്ച നമ്മുടെ സഭയ്ക്ക് പണം നൽകി സഹായിക്കുന്ന പോലെ ആരാ നമ്മുടെ സഭയെ സഹായിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ വർക്കിച്ചനെ തന്നെ നിർബന്ധിക്കുന്നത്. എന്റെ സഹോദര, അത് മാത്രം എന്നോട് പറയല്ലേ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിനൊരു കഴിവുമില്ല. എന്റെ വല്യാങ്ങളെ, അല്ലിതാര് കുഞ്ഞാമ്മയോ? കേറി വാടി കൊച്ചേ. നിന്റെ കാര്യം പാസ്വേഡ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. എന്നാ പിന്നെ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടെ വീട്ടുകാര്യം പറഞ്ഞിരിക്കെ. കുഞ്ഞാമ്മയ്ക്ക് ഒരുപാട് വയനാടൻ വിശേഷങ്ങൾ കാണത്തില്ലേ? ഓ ഇരിക്കും മൂപ്പ, നമുക്ക് ഒരുമിച്ചിരുന്ന് വിശേഷം പറയാന്നേ. സമയമില്ല വെച്ച് അടുത്ത തവണയാട്ട്. എന്നാ നമുക്ക് രാത്രി ബൈബിൾ ക്ലാസ്സിന് കാണാം. സഹോദര ഇരുന്നാട്ടെ. പിന്നെ എങ്ങനെയുണ്ട് കുഞ്ഞെ എന്റെ അളിയൻ? എന്റെ വല്യാങ്ങളെ, തോട്ടത്തിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റുമോ? അച്ചായന്റെ കണ്ണ് എല്ലായിടത്തും എത്തണ്ടേ? ഒരു ദിവസം മാറി നിന്നാ മതി, പിന്നെ എല്ലാം കുഴപ്പമാണെന്നേ. പിന്നെ ആത്മീയപരമായിട്ടൊക്കെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? പഴയതിലും ഒരുപാട് മാറ്റമുണ്ട്, എല്ലാ ആരാധനയിലും പോകുന്നുണ്ട്. അങ്ങനെ വേണം കുഞ്ഞെ. ദൈവത്തെ മറന്ന് എന്ത് കാര്യം ചെയ്താലും ഒരു രക്ഷയുമില്ല. പിന്നെ പിള്ളേരുടെ പഠനമൊക്കെയോ? സിസ്ലിമോളെ, നീ MBBS കഴിഞ്ഞോടി? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹയർ സ്റ്റഡി മിണ്ടാതിരടി. ഒരു MBBS തന്നെ ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കുന്നേ. നിന്റെ താഴെ 2 എണ്ണം ഉണ്ടെന്ന് ഓർക്കണം. അന്നേരം അവളുടെ ഒരു ഹയർ സ്റ്റഡി. എന്ത് പറഞ്ഞാലും എനിക്ക് ഇനി ഹയർ സ്റ്റഡീസ് പോകണം. അമ്മ എന്നെ പഠിപ്പിച്ചില്ലെങ്കിലേ അങ്കിൾ എന്നെ പഠിപ്പിക്കും. നീ പേടിക്കാതിരിക്കൂ മോളെ. അങ്കിള് നോക്കിക്കോളാം നിന്റെ കാര്യം. നീ ധൈര്യമായിട്ട് നിനക്ക് പഠിക്കാൻ നേരം അത്രയും നീ പഠിച്ചു. അങ്കിള് നിന്നെ പഠിപ്പിച്ചോളാം. അല്ല സോനുമോനെ, നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ കുഞ്ഞെ. ഇവനൊന്നും കഴിക്കുന്നില്ലയോ? ലവലി മോളെ, നീ ഡിഗ്രി കഴിഞ്ഞോടി? കഴിഞ്ഞു. MCOM ഇപ്പം ജോയിൻ ചെയ്തു മകളെ. MBക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. ഓ, ഒരു MBA-കാരി, അത് പഠിച്ചവരൊക്കെ തേരാ പാരാ നടക്കുക. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ BSc നഴ്സിംഗിന് പോവാൻ. അത് നീ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ശമ്പളക്കാരെങ്കിലും ആയേനെ. ഇതാ അങ്ങളെ അമ്മയുടെ കുഴപ്പം. 24 മണിക്കൂറും പൈസ ഉണ്ടാകും ചിന്തയുള്ളൂ. ശരിയാ അങ്ങളെ, ചേച്ചി പറഞ്ഞത് സത്യമാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പണം എന്നൊരു ചിന്തയേ ഉള്ളൂ. പപ്പ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഒന്ന് വെറുതെ ഇരിക്കാൻ കണ്ട അന്നേരം തന്നെ എസ്റ്റേറ്റിലോട്ട് ഓടിച്ചു വിടും. ചെക്കന്റെ വർത്തമാനം കൊള്ളാലോ. വലിയ കായ് ചെറിയ വർത്തമാനം പറയല്ലേ. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയ്ക്ക് എപ്പോഴും പണക്കാരിയാണ് ചിന്തയുള്ളല്ലോ. അങ്കിളിനറിയാമോ, ഒരു ഒറ്റ ആഴ്ചത്തെ ലോട്ടറി ടിക്കറ്റ് പോലും അമ്മ വിടത്തില്ല. എന്നിട്ട് നെറുക്കെടുപ്പിഞ്ച് വന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ എപ്പോഴും പ്രാർത്ഥനയാ. ഈ മമ്മി ലോട്ടറി ടിക്കറ്റ് കിട്ടുന്ന കാശിന്റെ എനിക്ക് UK പോയി MD ചെയ്യാം. 3 കൂടി ഇപ്പൊ തിരിഞ്ഞ് എനിക്കൊരു എതിരൊരു സെറ്റായോ? നീ ആള് കൊള്ളാലോടി കുഞ്ഞാമ്മേ. എടി കൊച്ചേ, ദൈവം തരുന്നതേ നിലനിൽക്കൂ. എല്ലാത്തിനും തമ്പുരാൻ ഒരു സമയമുണ്ട്. അതിനു മുമ്പ് കുറുക്ക് വഴി ഒന്നും നോക്കരുത്. എന്റെ വല്യാങ്ങളെ അത് കള. പിന്നെ കുഞ്ഞുമോളും മോനച്ചനും ഒന്നും വിളിക്കാറില്ലേ? അവര് ഇപ്പളെങ്ങാനും വരുവോ? കൊള്ള, എവിടെ വരാനാ? എന്ത് കഷ്ടപ്പെട്ടിട്ടാ വല്യാങ്ങൾ ഇതിനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയത്. എന്നിട്ട് ഇപ്പൊ UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ആയപ്പോ അപ്പനെ ഒന്നും കാണാൻ സമയമില്ല. എന്താ വല്യാങ്ങളെ ഒരു ക്ഷീണം? ഇഷ്ടപ്പെട്ട ചക്കലുവ ഉണ്ടാക്കിയോണ്ടാ വന്നേക്കുന്നേ. എന്നെ ഒന്ന് കാണാൻ വരുന്നതിന് എന്തിനാ കൊച്ചേ നീ ഇത്ര അങ്ങ് ബന്ധപ്പെടുന്നത്? ഓ, എന്ത് ബെത്തപ്പാട്. ഇതൊക്കെയല്ലേ ഈ കുഞ്ഞാമ്മേന്റെ സന്തോഷം. അല്ലേരി ഈ ഒരുത്തി ഉള്ളു ഇതൊക്കെ ഉണ്ടാക്കിയോണ്ട് വരാൻ. ആ ഒരു കഷ്ണം എടുത്തൊന്ന് കഴിച്ചേ. പിന്നെ വല്യാങ്ങളെ,
ആ തെക്ക് ഭാഗത്തുള്ള റബ്ബർ എസ്റ്റേറ്റ്. എൻ്റെ കുഞ്ഞെ, പണ്ടേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലയോ? എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. അത് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടിയുള്ളതാടി. മമ്മിക്ക് കോൾ അടിച്ചല്ലോ. എന്തായാലും ചക്കാലുവ വെറുതെ ഇല്ല. നിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ ചെല്ലിട്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ വല്യാങ്ങളെ, പോയിട്ട് ഒരുപാട് പണിയുണ്ട്. എന്റെ കുഞ്ഞെ, ഇന്ന് ഇറങ്ങണോ? നാളെ രാവിലെ പോയാ പോരെ? അയ്യോ, പോയേ പറ്റൂ. ആ മനുഷ്യനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഉറക്കത്തിലെ ഒറ്റയ്ക്ക് കിടന്നേ പേടിക്കും. അല്ലേ തന്നെ വീട്ടിൽ ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ദുർസ്വപ്നം കണ്ട് വെറുതെ കൈയും കാലിട്ട് അടിയാ. പാസ്റ്ററിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ കൊള്ളാം. പ്രാർത്ഥിച്ചാൽ നല്ലതാ. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ ഓക്കെ, സന്ധ്യ ആകുന്നതിനും ഇറങ്ങിക്കോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓക്കെ മോളെ, ബൈ. ശരി, ഗുഡ് നൈറ്റ്. ഓഫ്, മണി 5 ആയോ? ഒരു ചായ ഇട്ട് കുടിക്കാം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുമേ. ഇതിവിടെ വന്നു 15-ാം തീയതി പരിപാടി. 15 കഴിഞ്ഞു. അയ്യോ, കർത്താവേ, എന്നതാ പതിവില്ലാത്തൊരു തലകറക്കം. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ. കർത്താവേ, ഇതെന്നാ പറ്റിയതാ എനിക്ക്? അയ്യോ അയ്യോ, കർത്താവേ, അയ്യോ. അയ്യോ, അയ്യേ. ഹലോ ചാണ്ടിക്കുഞ്ഞേ, നീ എവിടെടാ? ഒന്ന് പെട്ടെന്ന് വാ, എനിക്കൊരു വയ്യായ്മ. അയ്യോ അയ്യോ, കർത്താവേ. ദൈവമേ, നിന്ന നിൽപ്പിൽ എന്തു പറ്റാ ചായ? നല്ലവണ്ണം വേർത്തിട്ടുണ്ടല്ലോ. ഇന്നാളത്തെ പോലെ തല ഇറങ്ങിയതായിരിക്കും. BP ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്നതല്ലേ. അതെങ്ങനെയാ? ആശുപത്രിയുടെ പടി ചവിട്ടിയിട്ട് വേണ്ടേ? ഞാൻ ഒന്ന് പാസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹോ, ബിസി. ഹോ, ലാൻഡ് ലൈനും ബിസി. ഏത് കുഞ്ഞാടാണോ ഇങ്ങനെ കുത്തിയിരുന്ന് പാസ്റ്ററിനെ വിളിക്കുന്നത്? രക്ഷയില്ല. അച്ഛൻ എണ്ണീറ്റേ, നമുക്ക് പോയി അകത്ത് കിടക്കാം. ഞാൻ പാസ്റ്ററിനെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. താങ്ങാൻ പറ്റുമോടാ? ദൈവമേ, കർത്താവേ. പ്രതിസന്ധിയുടെ രംഗപ്രവേശനം പ്രവചനാതീതമാണ്. മാനുഷിക ഉൾക്കാഴ്ചയ്ക്ക് അതിനെ തിരിച്ചറിയാനാകില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത വിരുന്നുകാരനായ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനെ ചില ഏകാന്ത തുരുത്തുകളിൽ കൊണ്ടെത്തിക്കും. ആരോഗ്യം, ധനം, മാനം എന്നിവയൊക്കെ നിസ്സഹായതയുടെ പര്യായമായി മാറുന്നത് ഇവിടെയാണ്. ദൈവപ്രവൃത്തിയുടെ ഭുജബലം വെളിപ്പെടുന്നതും ഈ തലത്തിൽ തന്നെയാണ്. കപടതയുടെ മുഖം മൂടിയില്ലാത്ത ഒരു ദൈവഭക്തന് ജീവിത വൈതരണികളിൽ തന്നെ ദൈവത്തോട് ചേർത്തണയ്ക്കുന്ന ധന്യനിമിഷങ്ങളാണ് ഇത്. ആരോഗ്യവാനും ധനാഢ്യനുമായിരുന്ന വർക്കിച്ചൻ ഇന്ന് ശയ്യ അവലംബനാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രമായി തന്നെ സ്നേഹിച്ചവർ ഇന്ന് എവിടെയാണ്? താൻ കൈപ്പിടിയിലൊതുക്കിയ വിശുദ്ധിയും വേർപാടും തന്നെ എങ്ങനെ തുണച്ചു? തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. എങ്ങനെ പാടാതിരിക്കും? മാസങ്ങൾ കുറച്ചായി ആർക്കും വേണ്ടാത്ത ഈ ഭാരത്തിനെ ഞാൻ ചുമക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വന്നൊരു കെണിയെ. ഇങ്ങേര് കിടപ്പിലായോടെ എന്റെ കഞ്ഞിയില്ല പാറ്റ വീഴുന്നത്. അതിപ്പോ കർത്താവ് പെട്ടെന്ന് അങ്ങ് വിളിച്ചായിരുന്നെങ്കിൽ എനിക്ക് തല ഊഴിയായിരുന്നു. എന്തായാലും ഇന്ന് രണ്ടിലൊന്നും അറിയും. പിള്ളേരെല്ലാം കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളൂ അല്ലയോ? വന്ന് കേറുമ്പോളേ കണ്ണു നിറച്ചാൻ കണ്ടോട്ടെ. അപ്പനെ കൊണ്ട് ഇവിടെ നിന്ന് കിടത്താം. അച്ഛാ, എവിടെ വിട്ട് കിടക്കുക?
ഇന്നും കൊണ്ട് നിർത്തുപോയി ചാണ്ടിക്കുഞ്ഞി ഈ ഇടപാട്. എനിക്കേ അറിയത്തുള്ളൂ എന്റെ കഷ്ടപ്പാട്. ഒന്നും അറിയാതെ ഇങ്ങനെ അങ്ങ് കിടന്നാ മതിയല്ലോ. പിള്ളേർ എന്ത് തീരുമാനിച്ചാലും അതങ്ങ് കേട്ടാ മതി. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. വരുന്നുണ്ട് പിള്ളേരെല്ലാം കൂടെ. അയ്യോ അച്ചാച്ചാ, അയ്യോ പിള്ളേരെ ഇവിടെ വന്ന് കേട് ഇരിക്കെ. അതാ ഞാനും ചിന്തിക്കുന്നത്. ഒരസുഖം പോയിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് പോലും അച്ചാച്ച നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ആ വന്നത് വന്നു, ഇനിയിപ്പൊ നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അല്ല, ചാണ്ടിക്കുഞ്ഞ് ഇവിടെ ഉണ്ടായിട്ടോ അച്ചാച്ചന് ഈ അവസ്ഥ വന്നല്ലോ. നിങ്ങൾ എന്തുവാ ഈ പറയുന്നേ? നിങ്ങളുടെ എല്ലാം വർത്തമാനം കേട്ടാ ഞാനാ ഇതിനെല്ലാം കാരണക്കാരെന്ന് തോന്നുന്നു. അതല്ല ചാണ്ടിച്ചായ, അച്ചാച്ചനെ ട്രീറ്റ്മെന്റിന് ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനൊരവസ്ഥ വന്നപ്പോ എന്ത് ട്രീറ്റ്മെന്റ്, എന്ത് ചെക്കപ്പ്? രോഗശാന്തിയും വരം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവല്ലേ നിങ്ങളുടെ ഈ അച്ചായൻ. മരുന്ന് പോയിട്ടൊരു വിക്സ് പോലെ ഉപയോഗിക്കത്തില്ല. പിന്നെ ഞാനെങ്ങടെയാ നിങ്ങളുടെ ഈ അച്ചായനെ ചികിത്സിക്കുന്നത്? ഞാൻ മാസത്തിലൊന്ന് പോയി ചെക്കപ്പ് ചെയ്യാൻ പറയുമ്പോ അപ്പൊ പറയാൻ കർത്താവാ എന്റെ വൈദ്യൻ. പിന്നെ ഞാനെങ്ങനെയാ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒരു ചെക്കപ്പ് നടത്തിയില്ലേ? ഓ മൈ ഗോഡ്, അറ്റ്ലീസ്റ്റ് ചാണ്ടിച്ചാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഇനി ആ പാസ്റ്റ് ഇസ് പാസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ കിഷോർ ഇപ്പോൾ നാട്ടിലുണ്ട്. ലെറ്റ് മീ കോൾ ഹിം. Hi doctor, how are you? I'm fine. Yup, I reached here yesterday. As said, he's totally weak now. In fact, I need an advice now. You can come, that's good. We'll wait for 5 minutes. Okay, see you then, bye. Ennalu, this was so sad. കുഞ്ഞച്ച, ചാണ്ടിക്കുഞ്ഞിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവേദം ഇതാണെന്ന് അങ്ങ് കരുതിയാ മതി. അമ്മാമ്മ പറഞ്ഞ ശരി. നമ്മൾ എന്തിനാ ചാണ്ടിച്ചായനെ വെറുതെ പഴിചാരുന്നത്? ഒന്നുമില്ലെങ്കിലും മക്കളുടെ സ്ഥാനത്ത് നിന്ന് അച്ചാച്ചനെ ശുശ്രൂഷിക്കാനെങ്കിലും മനസ്സ് കാണിച്ചല്ലോ. അങ്ങനെ പറ കൊച്ചേ. ഞാൻ നിങ്ങളുടെ അച്ചായനെ പൊന്നുപോലെയാ നോക്കിയ, പൊന്നുപോലെ. ആ പൊന്നുമോള് നോക്കിയ അച്ചായന്റെ ഈ കിടപ്പാണ്ടാൻ അറിയാം. അതെന്താ കുഞ്ഞ് അങ്ങനെ ഒരു സംസാരം? അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. Hi doctor, how are you? I'm fine, my friend. How are you? I'm fine. Everything okay? Yes. Where is your family? My family's in Canada. So you came along. I came here. So how is your father now? We don't know. Really, we don't know. Let me see, man. Let me see. Sorry, my friend. I am so sorry. It's too late. Medical science ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. You just pray to God. Let him decide. എനിക്ക് അല്പം ധൃതിയായി. എന്നാൽ ഞാൻ പോകട്ടെ. Doctor, thanks a lot. You're welcome, my friend. ഷേ, ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? നമുക്കേ ഒരു കാര്യം ചെയ്യാം. കുഞ്ഞച്ചായൻ ഇവിടെ നിക്കട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. അല്ലേ നീയല്ലേ അച്ഛൻ്റെ കുഞ്ഞുമോള്, അതുകൊണ്ട് നീ അങ്ങ് നോക്ക്. ഐ ഹാവ് ടു ഗോ ടുമോറോ മോർണിംഗ് ഇറ്റ്സെൽഫ്. എനിക്കൊക്കത്തില്ല, ഒരു കാരണവശാലും ഒക്കത്തില്ല. അച്ചായന്റെ ജോലി പോയാൽ പിന്നെ എന്റെ ശമ്പളം കൊണ്ടാ ഞങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇനിയും ഒരു കാര്യമുള്ളു ചെയ്യാൻ. മോളമ്മാമ ഇവിടെ നിൽക്കട്ടെ. അതെന്ത് വർത്തമാനമാടി കുഞ്ഞുമോളെ? അതെന്തായാലും നടക്കില്ല. നിനക്കറിയാലോ എനിക്ക് അവിടെ ഉള്ള സോഷ്യൽ സ്റ്റാറ്റസ്. അടുത്ത ആഴ്ച ഓസ്ട്രേലിയൻ മലയാളി അസോസിയേഷന്റെ ഇലക്ഷനാ. അതിന് ഞാൻ അവിടെ ഉണ്ടായേ തീരൂ. പിന്നെ നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. നമ്മുടെ ആ വയനാട്ടിലെ ആ മാവിയില്ലേ, പുള്ളിക്കാരത്തി ഇങ്ങോട്ടൊന്ന് വന്ന് നിൽക്കാൻ പറയാം. പുള്ളിക്കാരത്തി ഇവിടെ വന്ന് അച്ചാച്ചനെ നോക്കിക്കോട്ടെന്നേ. ആ വെള്ളം അങ്ങ് നിങ്ങൾ വാങ്ങി വെച്ചേരെ.
അച്ചായൻ കിടപ്പിലായതോടെ ഞാൻ അവരെ അങ്ങ് വിളിക്കുമായിരുന്നു. ഇവിടം വരെ ഒന്നൊന്ന് കാണാൻ പോലെ മനസ്സ് കാണിക്കുന്നില്ല. കിട്ടന്റെ ഒക്കെ കിട്ടുന്നവരെ അച്ചായനെ അങ്ങ് സ്നേഹിച്ചു കൊള്ളുമല്ലായിരുന്നോ? ഓ, ഇത് വലിയ ശല്യമായി. ഇനിയിപ്പോ നമ്മൾ എന്തോ കാണിക്കാനാ? നിങ്ങൾ വരുമെന്ന് ചാണ്ടിച്ചായൻ പറഞ്ഞായിരുന്നു. ഇവിടെ അടുത്തുള്ള സാന്ത്വന ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് വരികയാ. ഞാൻ ടെരേസ, ഇത് മാർഗ്രറ്റ്. മോർണിംഗ് വാക്കിനായി അച്ചായൻ എപ്പോഴും ഇറങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കിടപ്പില്ല എന്ന് അറിഞ്ഞപ്പോ വിശ്വസിക്കാനേ വയ്യ. എന്നാലും മനുഷ്യന്റെ ഒരു കാര്യമേ. അച്ചായൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. എല്ലാ മാസവും ഒരു ദിവസത്തെ ആഹാരം മുഴുവൻ അച്ചായന്റെ സ്പോൺസർഷിപ്പ് ആണ്. പിന്നെ ഏത് ആവശ്യത്തിന് ഞങ്ങൾ ഇവിടെ വന്നാലും അച്ചായൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പം വന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അച്ചായനെ വേണമെങ്കിൽ സാന്ത്വനത്തിലേക്കാക്കാം. അച്ചായൻ ഞങ്ങളുടെ വിശിഷ്ട അതിഥിയായിരിക്കും. അച്ചായനെ സ്വന്തം പിതാവിനെ നിന്ന് നോക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? പക്ഷേ മോളമ്മാമേ, നമ്മൾ 4 പേരുണ്ടായിട്ടും ഇങ്ങനെ കാണിക്കുന്ന ശരിയാണോ? എന്നാ പിന്നെ നീ അങ്ങ് നോക്കിക്കോടി. എന്റെ അച്ചായനും കുഞ്ഞുങ്ങളും പിന്നെ അവിടെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാമെന്ന്. പിന്നെ ഞാനും ഒരു കാര്യം പറയാം. നാട്ടുകാർക്ക് നല്ല മതിപ്പുള്ള ഒരു സ്ഥാപനമാണ് ഇത്. അച്ചായനെ അവര് രാജകീയമായി നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പാ. പിന്നെ എന്തേലും പൈസ വല്ല അച്ചായന് കൊടുക്കണമെങ്കിൽ നേരെ എന്റെ അക്കൗണ്ടിലോട്ട് അയച്ചേക്ക്, ഞാൻ അപ്പം എത്തിച്ചേക്കാം. അങ്ങനെ മതി. അപ്പൊ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും പോണ്ടതല്ലേ തിരിച്ച്? അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്റ്സ് ഇപ്പോഴേ സൈൻ ചെയ്തേക്കാം. Yes, I have to go tomorrow morning itself. ഇവിടെ തൊട്ടടുത്ത സാന്ത്വനം. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ അതങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. ഒടുവിൽ സ്വാന്തനം തന്നെ ആയി മൂപ്പന് ശരണം. ഇനി ഞാൻ എന്തോത്തിനാ ഇവിടെ നിൽക്കുന്നേ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഇതെന്താ കർത്താവേ ഇത്? ഒരു 2ാം ജന്മമോ? ഒരിക്കലും നിവർന്ന് നിൽക്കില്ല എന്ന് നനച്ച എന്നെ അങ്ങ് പൊൻകരം തൊട്ട് സൗഖ്യമാക്കി. എന്റെ സ്വർഗീയ വൈദ്യൻ എന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ മുറുകെ പിടിച്ച വിശ്വാസം എന്നെ രക്ഷിച്ചു. അങ്ങ് മാത്രം മതി എനിക്ക്, അങ്ങിലാണ് എൻ്റെ ശരണം. രോഗം എന്നെ തളർത്തിയപ്പോൾ എൻ്റെ സ്വന്തം മക്കൾ അവരെന്നെ കൈയൊഴിഞ്ഞു. കൂട്ടുവിശ്വാസികൾ ദൂരത്തായി, കൂടപ്പിറപ്പുകൾ മുഖം തിരിച്ചു, സ്നേഹിതർ അവരും ദൂരത്തായി. അങ്ങനെ എല്ലാവരും എന്നെ വിട്ടു പോയപ്പോഴും എൻ്റെ പ്രാണനാഥൻ എൻ്റെ ചാരെ വന്നു. കഷ്ടത എന്നെ തളർത്താതെ വണ്ണം ജയിച്ചേറി മുന്നേറുവാൻ ജയാളിയായ ദൈവം എനിക്ക് ബലം നൽകി. ദൈവം അനുവദിച്ചാൽ